നമസ്കാരം. ക്രിക്ക് വ്യൂസിലേക്ക് സ്വാഗതം. IPL 2025 4-ാം മത്സരം ഇന്നലെ വിശാഖപട്ടണം ACA VDCA സ്റ്റേഡിയത്തിൽ വെച്ച് നടന്നു. ഈ മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് ലക്നൗ സൂപ്പർ ജയൻസുമായി ഏറ്റുമുട്ടി. ടോസ് നേടിയ ഡൽഹി ക്യാപിറ്റൽസ് ലക്നൗവിനെ ബാറ്റിങ്ങിന് അയക്കുകയായിരുന്നു. ഒന്നാമത് ബാറ്റ് ചെയ്ത ലക്നൗ സൂപ്പർ ജയൻസ് നിശ്ചിത 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 209 റൺസ് നേടി. ലക്നൗ സൂപ്പർ ജയൻസിനായി നിക്കോളാസ് പൂരൻ 30 പന്തിൽ നിന്നും 75 റൺസും, മിച്ചൽ മാർഷ് 36 പന്തിൽ നിന്നും 72 റൺസും, ഡേവിഡ് മില്ലർ 19 പന്തിൽ നിന്നും 27 റൺസും നേടി. ഡൽഹിയുടെ ബൗളിംഗ് നിരയിൽ മിച്ചൽ സ്റ്റാർക്ക് 42 റൺസ് വഴങ്ങി 3 വിക്കറ്റും, കുൽദീപ് യാദവ് 24 റൺസ് വഴങ്ങി 2 വിക്കറ്റും, മുകേഷ് കുമാർ 22 റൺസ് വഴങ്ങി 1 വിക്കറ്റും കരസ്ഥമാക്കി. രണ്ടാം ബാറ്റിംഗ് ആരംഭിച്ച ഡൽഹി ക്യാപിറ്റൽസ് നിരയിൽ അശുതോഷ് ശർമ്മ 31 പന്തിൽ നിന്നും 66 റൺസും, പിപ്രാജ് നിഗം 15 പന്തിൽ നിന്നും 39 റൺസും, സ്റ്റബ്സ് 22 പന്തിൽ നിന്ന് 34 റൺസും നേടി തിളങ്ങി. ഇവരുടെ പ്രകടനം ഡൽഹിയെ വിജയത്തിലേക്ക് എത്തിച്ചു. ഏതായാലും LSGയുടെ ബാറ്റിങ്ങിലേക്ക് പോകുമ്പോൾ IPL ചരിത്രത്തിലെ ഏറ്റവും വലിയ തുകയ്ക്ക് വാങ്ങിയ ഋഷഭ് പന്ത് ബാറ്റിങ്ങിലും കീപ്പിങ്ങിലും അമ്പയെ പരാജയമാകുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. ആകെ നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് ഋഷഭ് പന്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അദ്ദേഹം ഒരു മികച്ച ബാറ്റർ ആണെങ്കിൽ കൂടി 2020 ഫോർമാറ്റിലും അദ്ദേഹത്തിന് ഇനിയും ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുന്നില്ല. പൊതുവിൽ മറ്റ് ബാറ്റ്സ്മാൻമാരുടെ പ്രകടനം കൊണ്ട് LSGക്ക് മികച്ച ഒരു ടോട്ടൽ പടുത്തുയർത്താൻ സാധിച്ചു. എന്നാൽ ഡൽഹിയുടെ അശുതോഷ് മികച്ച രീതിയിൽ ബാറ്റ് ചെയ്തത് ഡൽഹിക്ക് വിജയത്തിലേക്ക് എത്താൻ സാധിച്ചു. വളരെ മികച്ച ഒരു മത്സരമായിരുന്നു. കാണികൾക്ക് നല്ല രീതിയിലുള്ളൊരു ദൃശ്യവിരുന്ന് ഈ മത്സരം മൂലം ലഭിച്ചു എന്ന് ഉള്ളത് അങ്ങേയറ്റം സന്തോഷകരമാണ്. ഏതായാലും ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം.